പ്രൈസ് ദി ലോർഡ്. യേശുപ്പ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ തങ്കച്ചിറകടി മറിച്ച് എല്ലാവരെയും സൂക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ മനപ്പാഠവാക്യം സദൃശ്യവാക്യങ്ങൾ 21-ാമത്തെ അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നു പേർ. അവൻ ഗർവത്തിൻ്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായിട്ട് വചനം നമ്മോട് സംസാരിക്കുന്നു. അത് ജീവനുള്ള ദൈവത്തിൻ്റെ പൊന്ന് പരിശുദ്ധ ആത്മാവ് പറയാം, വായെയും നാവിനെയും സൂക്ഷിക്കണം. അപ്പം അവനവൻ്റെ വായയും അവനവൻ്റെ നാവിനെയും ആരാ സൂക്ഷിക്കേണ്ടത്? അവനവൻ തന്നെയാണ്. അങ്ങനെ സൂക്ഷിച്ചാലോ അവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വായും നാവും നന്നായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും നന്മയായി വരുന്നത് കാണാൻ പറ്റും, അല്ലേ? ഒരാളോട് ഇടപെടുമ്പോൾ നമ്മൾ യോഗ്യമായ രീതിയിൽ ശ്രേഷ്ഠതയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആദരവ് ലഭിക്കും, നാം അനുഗ്രഹിക്കപ്പെടും, സംശയമൊന്നുമില്ല. എന്നാൽ അതല്ലാതെ സംസാരിച്ചാലും അത് വേദനകൾക്കും അനർത്ഥത്തിനും വരെ കാരണമായി തീരും, സംശയമൊന്നുമില്ല, അല്ലേ? വായിൽ നിന്ന് പുറപ്പെടുന്നൊരു വാക്കാണ് പലപ്പോഴും പല വിഷയങ്ങളുടെയും കാരണം. ആകയാൽ കർത്താവിൻ്റെ പിന്നെ പരിശുദ്ധയാൽ പറയും, വായെയും നാവിനെയും സൂക്ഷിക്കണം. വചനത്തിൽ പറയും, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ താൻ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി പോലും വ്യർത്ഥമായി തീരും. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, വായും നാവും സൂക്ഷിക്കാം. എന്നാൽ അത് കൊണ്ടുള്ള പ്രയോജനം ഈ ലോകത്തിൽ മാത്രമല്ല കേട്ടോ. ഈ നാവിനെ വായെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ജീവനുള്ള ദൈവമായ കർത്താവിനെ നമ്മൾ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുമ്പോഴെന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ജയകരമായ ജീവിതം വരുവാനുള്ളതിൽ നിത്യനാശത്തിൽ പോകാതെ നിത്യജീവനിൽ കർത്താവിൻ്റെ കൂടെ വാഴാനുള്ള മഹത്വമേറിയ ഭാഗ്യവും നമുക്ക് ലഭിക്കുന്നില്ലേ? ആമേൻ. അപ്പോൾ വായും നാവും സൂക്ഷിച്ചാൽ ഇവിടെ മാത്രമല്ല വരുവാനുള്ള നിത്യതയിലും വാഴുവാനുള്ള നന്മ, അല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാവിനെ സൂക്ഷിക്കാം. എന്നാൽ അതിന് മനസ്സില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. അവൻ നെകളിയായിത്തീരും, അഹങ്കാരിയായിത്തീരും. ആ അഹങ്കാരത്തോടെ അവൻ സംസാരിക്കും, ആരോടും പ്രതികരിക്കും, എന്തിനോടും പ്രതികരിക്കും. ഇങ്ങനെയുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് എന്ത് കണ്ടാലും കേട്ടാലും പ്രതികരിക്കണം. ചിലരുടെ രീതി അതാണല്ലോ. ഞാനങ്ങ് പ്രതികരിച്ച് കളയും എന്ന് പറയും. അവൻ്റെ പേര് പരിഹാസി എന്നാണ്. ദൈവവചനം അങ്ങനെ പറയും. അപ്പോൾ പരിഹാസി അവൻ്റെ പരിഹാസത്തിന് തക്കവണ്ണം അനുഭവിക്കും. അവൻ ഗർവത്തോടെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുമെന്ന് അവൻ്റെ വീഴ്ച ഉറപ്പാണ്, സംശയമില്ല. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾക്ക് പരിഹാസികളാകാൻ വേണ്ടിയല്ല വിളി, ജീവനുള്ള ദൈവത്തിൻ്റെ പൊന്നു മക്കളാകുവാൻ. സത്യദൈവവും നിത്യജീവനുമായവനിൽ അവൻ്റെ പൊന്ന് പരിശുദ്ധ ആത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജയാളികളാവാൻ, ഈ ലോകത്തിലും വരുവാനുള്ളതിലും സ്വർഗം ജീവനുള്ള ദൈവം ഒരുക്കിയ എല്ലാ നന്മയും അനുഭവിക്കാൻ. ആകയാൽ കർത്താവിൻ്റെ പൊന്ന് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വായയും നാവിനെ സൂക്ഷിക്കാം. അത് നമ്മുടെ പ്രാണനെ സൂക്ഷിക്കുന്നതാണ്, നമുക്ക് തന്നെ നന്മ ചെയ്യുന്നതാണ്, ഒപ്പം നമ്മളെ കാണുകയും കേൾക്കുകയും ഇടപെടുകയും ചെയ്യുന്നവർ. ആകയാൽ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് നമുക്ക് സൗമ്യതയുള്ളവരാകണം, ലാവണ്യത്തോട് സംസാരിക്കാം, യേശുവിനെ പോലെ. കർത്താവ് എല്ലാവരെയും മാനിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ വാക്യം മനപ്പാടാക്കാൻ മറക്കല്ലേ. ഹല്ലേലൂയ, ആമേൻ.